കൊല്ലം ജില്ലയിലെ പുത്തൂരിലെ കാരിക്കൽ ഗ്രാമത്തിലാണ് മഹേഷും അമ്പിളിയും താമസിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. മഹേഷിന് 26 വയസ്സും അമ്പിളിക്ക് 24 വയസ്സും മാത്രമാണ് പ്രായം. അമ്പിളിക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. മഹേഷ് ആണെങ്കിൽ പെയിൻറ്റിങ് തൊഴിലാളിയുമാണ്. അമ്പിളിക്ക് യാതൊരു കുറവും ഒന്നിനും വയ്ക്കാതെ പൊന്നുപോലെയാണ് ഈ മഹേഷ് നോക്കുന്നത്. ആർക്കും ഒരു ശല്യവും ഇല്ലാതെ ഒരു വാടക വീടെടുത്ത് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടുമാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്പിളിക്ക് ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ജോലി. ജോലിക്ക് വേണ്ടി ശ്രമം തുടങ്ങിയപ്പോഴാണ് അമ്പിളി ഗർഭിണിയാവുന്നത്. കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അമ്പിളി ഗർഭിണിയാവുകയാണ്. പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ. കുഞ്ഞിന് 1-2 വയസ്സായ ശേഷം മതി ഇനിയൊരു ജോലിയെ പറ്റിയുള്ള ചിന്തയെന്ന് മഹേഷും അമ്പിളിയും തീരുമാനിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് മഹേഷിന് കുറച്ച് പൈസയുടെ ആവശ്യം വരുന്നത്. ആവശ്യം മറ്റൊന്നുമല്ല, മഹേഷിൻ്റെ സഹോദരിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കാനിരിക്കുകയാണ്. കുഞ്ഞിന് മാമൻ്റെ സ്ഥാനത്ത് നിന്നും എന്തെങ്കിലും സ്വർണ്ണമൊക്കെ വാങ്ങാനായിട്ട് മഹേഷ് പൈസയുടെ ആവശ്യവുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അമ്പിളി ആ സമയത്ത് കൈവശം ഉണ്ടായിരുന്ന ഇത്തിരി സ്വർണം ഒരു മടിയുമില്ലാതെ മഹേഷിനെ ഏൽപ്പിച്ചു. അവളുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് അവൾക്ക് ഭർത്താവിൻ്റെ സഹോദരിയുടെ കുഞ്ഞും. മഹേഷിന് ഇതിപ്പൊരു സന്തോഷവും ആശ്വാസവും ഇല്ല. മാത്രവുമല്ല, അമ്പിളിയുടെ ആ ഒരു നല്ല മനസ്സ് മഹേഷിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ആകെയുള്ള സ്വർണം നാത്തൂൻ്റെ കുഞ്ഞിന് വേണ്ടി, അതും അത്ര അടുപ്പമൊന്നും അപ്പോഴും ഇല്ലാതിരുന്നിട്ടും കൊടുക്കാൻ തോന്നിയ അമ്പിളിയുടെ മനസ്സിന് മുന്നിൽ മഹേഷ് നമിച്ചുപോയി. നൂലുകെട്ട് ചടങ്ങ് നല്ല രീതിയിൽ നടന്നു. അമ്പിളിയും മഹേഷുമൊക്കെ തലേ ദിവസമേ മഹേഷിൻ്റെ വീട്ടിൽ തങ്ങിയിരുന്നു. എല്ലാ കാര്യങ്ങളിലും അമ്പിളി അമ്മായിയമ്മയായ മാലതിക്കൊപ്പം സഹായത്തിനുണ്ടായിരുന്നു. ഓടിച്ചാടി നടന്ന് ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നതും സഹകരിക്കുന്നതും ഒക്കെ കണ്ട് മാലതിക്ക് ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടിയ സന്തോഷം വേറെ പറയാനില്ല. 2 ദിവസം കൊണ്ട് തന്നെ അമ്പിളി ഭർത്തൃവീട്ടിൽ താരമായി മാറി. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പിളിയും മഹേഷും രാത്രിയായപ്പോൾ അവരുടെ ആ കൊച്ചു വാടക വീട്ടിൽ കുഞ്ഞുമായി എത്തുകയും ചെയ്തു. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ചെന്നപാടെ ഇവർ ഉറക്കവുമായി. രാത്രി ഒരു 2-2:30 മണിയായപ്പോൾ ഉറക്കത്തിൽ മഹേഷ് ആ ഞരക്കം കേൾക്കുകയാണ്. ആദ്യമൊന്നും ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ കണ്ണു തുറക്കാതിരുന്ന മഹേഷ് ഈ ശബ്ദം ഇങ്ങനെ നിർത്താതെ കേട്ടതോടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അയാൾ ആ മുറിയിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. എന്തായിരിക്കും അവിടെ ആ മുറിയിൽ അന്ന് സംഭവിച്ചത്? പിന്നീട് മഹേഷിൻ്റെയും അമ്പിളിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും തരണേ, ലൈക്കും തരണേ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മഹേഷും അമ്പിളിയും അയൽവാസികളായിരുന്നു. ഏതാണ്ട് 4-5 വീടുകൾക്ക് അപ്പുറവും ഇപ്പുറമാണ് ഇവരുടെ വീടുകൾ. അമ്പിളിയുടെ അച്ഛനമ്മമാർക്ക് പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് തന്നെ അമ്പിളിയെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമ്പിളിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ മഹേഷുമായുള്ള പ്രേമബന്ധം തുടങ്ങിയതോടെ കാര്യങ്ങളൊക്കെ താറുമാറായി. അമ്പിളിയുടെയും മഹേഷിൻ്റെയും വീട്ടുകാർ നല്ല സഹകരണത്തിൽ കഴിഞ്ഞിരുന്നവരാണ്. മക്കൾ തമ്മിലുള്ള പ്രേമം അറിഞ്ഞതോടെ ഈ ഒരു സഹകരണവും സ്നേഹവും ഒക്കെ നിലച്ചു. പിന്നെ ഇവർ ബദ്ധ ശത്രുക്കളെ പോലെയായി. ഇരു വീട്ടുകാരും നിൽക്കുകയാണ്. അങ്ങനെ ഒരു കാരണവശാലും മഹേഷിനെ പോലെ വിദ്യാഭ്യാസവും നല്ല ജോലിയൊന്നും ഇല്ലാത്ത ഒരു ചെറുക്കന് മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് അമ്പിളിയുടെ അമ്മ ഉഷയും അച്ഛൻ സുധാകരനും കട്ടായം പറഞ്ഞു. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ മഹേഷിന് അമ്മ മാലതിയും ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ. സഹോദരി കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്തൃവീട്ടിലാണ്. മാലതി ആദ്യം ഇതിനെ എതിർത്തെങ്കിലും മകൻ്റെ കടുത്ത തീരുമാനത്തിന് മുന്നിൽ അവരങ്ങ് സൈലൻ്റായി. എന്തേലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് ആ സ്ത്രീ കരുതി കാണും. അമ്പിളിയെ ഈ ബന്ധത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി ഉഷ അവരുടെ പെരിങ്ങോട്ടുള്ള ഒരു ബന്ധുവീട്ടിലേക്ക് അവളെ മാറ്റിയെങ്കിലും ആ വീട്ടിൽ ഒരു ഇരുട്ടുമുറിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ അമ്പിളി സമരം തുടങ്ങി. അതോടെ ആ വീട്ടുകാർ പേടിച്ചുപോയി. അവർ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവന് സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ട് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ഉഷയെ വിളിച്ച് പറയുകയാണ്. ഒടുവിൽ അവിടെ നിന്നും കൊണ്ടുവന്ന ഉഷയും സുധാകരനും ഇതിലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ അമ്പിളിയെ വിളിച്ചുകൊണ്ടു പോകാനായിട്ട് മഹേഷിനോട് പറഞ്ഞു. മഹേഷ് അമ്പിളിയെ അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിക്കുകയും ചെയ്തു. പക്ഷേ അമ്പിളിയുടെ വീട്ടുകാർ അതോടെ മകളെ പാടെ അങ്ങ് ഉപേക്ഷിച്ചു.
കുറച്ച് ദിവസം മഹേഷിൻ്റെ വീട്ടിൽ താമസിച്ച ശേഷം ഇവർ കുറച്ച് മാറി തന്നെ ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമ്പിളി ഗർഭിണിയാവുന്നത്. മകൾ ഗർഭിണിയായതറിഞ്ഞ് അമ്മ ഉഷ മകളെ ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ തിരക്കുകയും മറ്റും ചെയ്തിരുന്നു. പിണക്കം മാറിയെങ്കിലും മകളുടെ വീട്ടിലേക്ക് ഈ അച്ഛനമ്മയും വരികയുമില്ല, അമ്പിളിയും ഭർത്താവും അങ്ങോട്ട് പോവുകയുമില്ല. ചുരുക്കം പറഞ്ഞാൽ വരവും പോക്കുമില്ല. ആ ഒരകലം അവരെപ്പോഴും ഇടയിലുണ്ടായിരുന്നു. എന്നാലും അമ്മ മിണ്ടിയത് തന്നെ അമ്പിളിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ആദ്യ പ്രസവം നോക്കിയതെല്ലാം മഹേഷിൻ്റെ അമ്മ മാലതിയാണ്. അമ്പിളിക്ക് ആൺകുഞ്ഞാണ് ഉണ്ടായത്. അവൻ്റെ പേര് അദ്വൈത്. അങ്ങനെ നാളുകൾ കടന്നുപോയി. അദ്വൈതിന് ഇപ്പോൾ 1.5 വയസ്സായി. ഇതിനിടയ്ക്ക് ജോലിയൊന്നും ശരിയാകാത്തതിനെ തുടർന്ന് കുറച്ചുകൂടി പഠിക്കണമെന്നും കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളൊരു ജോലി നേടണമെന്നും ഒക്കെയാണ് അമ്പിളിയുടെ പ്ലാൻ. മഹേഷ് എല്ലാത്തിനും ഭാര്യയ്ക്ക് സപ്പോർട്ടാണ്. പക്ഷേ അദ്വൈതിന് ഒരു 2 വയസ്സ് കഴിഞ്ഞാലേ ഈ പരിപാടികളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കൂ. അതിനായിട്ട് മഹേഷും അമ്പിളിയും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അമ്പിളി ആ ഞെട്ടിക്കുന്ന വിവരം മനസ്സിലാക്കുന്നത്, താൻ 2ാമതും ഗർഭിണിയാണെന്ന്. അവളുടെ സമനില ആകെ തെറ്റി. സ്വപ്നങ്ങളെല്ലാം പാതി വഴി പൊലിഞ്ഞു പോകും പോലെയാണ് അമ്പിളിക്ക് പിന്നീട് തോന്നിയത്. ഈ വിവരം മഹേഷും അറിഞ്ഞു. മഹേഷിനും അമ്പിളിയുടെ അതേ മാനസികാവസ്ഥയാണ്. മൂത്ത കുട്ടിക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ ചെയ്ത് തീർക്കാനുണ്ട്. അമ്പിളിക്കും കൂടി ഒരു നല്ല ജോലി കിട്ടിയാലേ കുടുംബം ഒന്ന് പച്ച പിടിക്കുകയുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരുന്ന അവർ ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ചതിനൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ഈ കുഞ്ഞ് നമുക്ക് വേണ്ട, ഇതിനെ ഒഴിവാക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. പിന്നീട് ഒട്ടും വച്ച് താമസിപ്പിച്ചില്ല. ഭാര്യയും ഭർത്താവും കൂടി ഓരോ ആശുപത്രികളിലായി കയറി ഇറങ്ങിയാണ് ഡോക്ടർമാരുടെ മുന്നിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം എന്നൊരാവശ്യവുമായിട്ടാണ് ഇവരെത്തുന്നത്. കാരണമായി ഇവർ പറഞ്ഞിരുന്നത്, മൂത്ത കുട്ടിക്ക് 5 വയസ്സായ ശേഷമേ ഞങ്ങൾക്ക് 2ാമതൊരു കുട്ടി കൂടി വേണ്ടൂ എന്നായിരുന്നു. പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടമായതുകൊണ്ട് അത് അബോർഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സുകൾ പല മരുന്നുകളും ഒക്കെ ഇവർക്ക് നൽകി കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. ആരോഗ്യവാനായി ആ കുഞ്ഞ് അമ്പിളിയുടെ വയറ്റിൽ വളരുകയാണ്. ഒടുവിൽ ഇനി ഒരു അബോർഷനും സാധ്യമല്ല എന്ന് ഡോക്ടേഴ്സൊക്കെ വിധി എഴുതിയതോടെ മഹേഷും അമ്പിളിയും ആകെ വിഷമത്തിലായി. മഹേഷ് പറഞ്ഞു അമ്പിളിയോട്, ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് തന്നെയാണ് നല്ലത്, വേറെ വഴി നമുക്കില്ല. മഹേഷ് ആ സത്യവുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു. പക്ഷേ അമ്പിളിക്ക് അത് അത്ര ഈസി ആയിരുന്നില്ല. അവൾ ഒന്നും മിണ്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമ്പിളി ആ സന്തോഷ വാർത്ത മഹേഷിനോട് പറയുന്നത്, ആ കുഞ്ഞ് താനെ അബോർട്ടായി പോയെന്ന്. മഹേഷിന് അത് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ വലിയൊരു ആശ്വാസമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, ഇനി നമുക്ക് വച്ച് താമസിപ്പിക്കണ്ട, PSC കോച്ചിങ്ങിനായിട്ട് എവിടെയെങ്കിലും ഒന്ന് പഠിക്കാൻ ചേരണം. പക്ഷേ അമ്പിളിക്ക് ഹെൽത്ത് അത്ര ശരിയല്ല. അമ്പിളി അതുകൊണ്ട് തന്നെ പിന്നീട് ചേരാമെന്നായി. മഹേഷ് നോക്കുമ്പോൾ ദിവസങ്ങൾ ചെല്ലുന്തോറും അമ്പിളി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അബോർഷൻ കഴിഞ്ഞിട്ട് നല്ല പരിചരണം കിട്ടാത്തത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് മഹേഷിന് മനസ്സിലായി. ഇതിപ്പോൾ ആരോടും പറഞ്ഞിട്ടുമില്ലല്ലോ, ഇനിയിപ്പോൾ ഇത് ആരോടും പറയാതിരിക്കേണ്ട ആവശ്യവുമില്ല, ഇത് താനെ സംഭവിച്ചതല്ലേ എന്ന് ചിന്തിച്ച് മഹേഷ് അമ്മ മാലതിയോട് ഈ ഒരു കാര്യം പറയുകയാണ്. അമ്പിളി ഗർഭിണിയായിരുന്നുവെന്നും അവിചാരിതമായി ഗർഭമില്ലാതായി പോയെന്നുമൊക്കെ. ഇത് അടുത്ത് താമസിക്കുന്നവരൊക്കെ അറിയുകയും ചെയ്തു. പിന്നീട് അമ്പിളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം മാലതിയാണ്. മാലതി പറഞ്ഞ പ്രകാരം ഒരു ദിവസം ഭാര്യയ്ക്ക് വേണ്ട ചില പച്ചമരുന്നുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന മഹേഷ് അവിടെ കാണുന്നത് ആ പ്രദേശത്തുള്ള ആശാവർക്കറുമായിട്ട് എഴുന്നേറ്റ് നിന്ന് പൊരിഞ്ഞടി നടത്തുന്ന അമ്പിളിയെയാണ്. ഇതുവരെ അമ്പിളിയുടെ മുഖത്ത് ആ ഒരു ദേഷ്യഭാവം മഹേഷോ മാലതിയോ കണ്ടിട്ടില്ല. ഗർഭിണികൾ ഉണ്ടെന്നറിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള മരുന്നും പോഷകാഹാരവും ഒക്കെ കൊടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമൊക്കെ ആശാ വർക്കർമാർ ഓരോ വീടുകളിലും എത്തും. ഇവിടെ വന്ന ആശാ വർക്കറോട് അമ്പിളി വളരെ മോശമായിട്ട് തന്നെ പെരുമാറി. മാലതിയും മഹേഷും ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അമ്പിളി അവരോട് പറഞ്ഞത്, ഇവിടെ ആർക്കും ഗർഭവുമില്ല, ഒന്നുമില്ല എന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ച് പറയുകയാണ്. അമ്പിളിയുടെ ഈ ഒരു ദേഷ്യവും ഒക്കെ കണ്ടപ്പോൾ ആ ആശാ വർക്കറിന് തോന്നിയത്, ഒരു പക്ഷേ കുഞ്ഞ് നഷ്ടപ്പെട്ട് ഡിപ്രഷൻ ആയിരിക്കും അവൾക്ക് ഈ ഒരു ദേഷ്യത്തിന് കാരണമെന്നാണ്.
അവരോട് മഹേഷും അബോട്ടായി പോയതോടെ അമ്പിളി പഴയതുപോലെ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ മടക്കി അയക്കുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞതോടെ അമ്പിളി പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. പഴയ അതേ അമ്പിളിയായി മാറി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. 2018 ഏപ്രിൽ 22 മഹേഷിൻ്റെ സഹോദരിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിന് സ്വർണം വാങ്ങാനായിട്ട് അമ്പിളി മഹേഷിനെ സഹായിക്കുകയും ചെയ്തു. കുറച്ച് സ്വർണമൊക്കെ കൊടുത്തു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 7 മണിയോടെ അടുത്ത വീട്ടിലെ സ്ത്രീ ഒരു കാഴ്ച ഇവരുടെ വീട്ടിൽ കാണുകയാണ്. മഹേഷിൻ്റെ വീടിനോട് ചേർന്ന പറമ്പിലെ തെങ്ങിൻ ചുവട്ടിൽ ഒരു കൂട്ടം പട്ടികൾ എന്തൊക്കെയോ കടിച്ചു പറിക്കുന്നു. ആ സ്ത്രീ പട്ടികളെല്ലാം ഓട്ടിക്കാൻ ശ്രമിച്ചിട്ടും പട്ടികൾ അവിടെയൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അവരാ പട്ടികളെ കല്ലെറിഞ്ഞ് അവറ്റകളെ 4 പാട് ഓട്ടിച്ചു. അപ്പോഴാണ് ആ സ്ത്രീ അത് എന്തെന്ന് നോക്കുന്നത്. തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു തുണിക്കഷ്ണം കിടക്കുകയാണ്. അതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് ഒരു കുഞ്ഞിനെ പട്ടികൾ കടിച്ച് വലിച്ച് ശരീരഭാഗങ്ങളൊക്കെ കടിച്ച് മുറിച്ചിട്ടിരിക്കുന്നത് ആ സ്ത്രീ കാണുന്നത്. അവരൊറ്റ നിലവിളിയായിരുന്നു. ഈ നിലവിളി കേട്ട് അടുത്തുള്ളവരൊക്കെ അവിടെ ഓടിയെത്തി. എല്ലാവരും ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. ആ കുഞ്ഞിൻ്റെ ശരീരം പട്ടികൾ കടിച്ചു കീറിയിട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു കാഴ്ച. പുത്തൂർ പോലീസ് വിവരം അറിഞ്ഞ് എത്തി. പരിശോധനയിൽ ഒരു ദിവസം കഷ്ടിച്ച് മാത്രമേ പ്രായമുള്ളൂ ആ കുഞ്ഞിന്. അതും ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞ്. പോലീസ് ഈ കേസ് പിന്നീട് അന്വേഷിക്കാൻ ഇറങ്ങുകയാണ്. ആർക്കും അറിയില്ല ഈ കുഞ്ഞ് ആരുടേതാണ് എന്താണ് ഒന്നും. കാരിക്കൽ ഗ്രാമത്തിലെ ആൾക്കാരെയൊക്കെ പോലീസ് ഓരോരുത്തരായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അടുത്തിടെ ആരെങ്കിലും പ്രസവിച്ചിരുന്നോ എന്നായി പോലീസ്. മിക്കവരും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് കൃത്യമായി അറിയാൻ കഴിയുന്നത് ഒരേ ഒരു ആൾക്കാർക്ക് മാത്രമാണ്. പോലീസ് അവരുടെ സഹായമാണ് പിന്നെ ചോദിച്ചത്. അത് ആ ഗ്രാമത്തിലെ ആശാ വർക്കർമാരായിരുന്നു. അവരോട് പോലീസ് ചോദിച്ചു, ഈ അടുത്തെങ്ങാനും പ്രസവിക്കുകയോ ഗർഭിണിയായിരിക്കുകയോ ചെയ്ത സ്ത്രീകൾ ആരൊക്കെയാണ്? ആശാ വർക്കർമാർ ലിസ്റ്റ് എടുത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ ചുറ്റുപാടൊന്നും അടുത്ത് പ്രസവിച്ച ആരും തന്നെ ഇല്ല. പിന്നെ ഗർഭിണികളൊക്കെ ഉണ്ട്, അതും 2, 3, 4 മാസങ്ങളെ ആയിട്ടുള്ളൂ. പോലീസ് ആകെ കുഴഞ്ഞു. ഇത്രയും ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച്, അതും ഒരു ദിവസം മുന്നേ പ്രസവിച്ച ആ സ്ത്രീ പിന്നെ ആര്? അപ്പോഴാണ് ആശാ വർക്കറിൽ ഒരു സ്ത്രീ പറയുന്നത്, ഏതാണ്ട് 8-9 മാസത്തിന് മുൻപ് ഈ ഒരു ഗ്രാമത്തിൽ ഒരു ഗർഭിണി ഉണ്ടായിരുന്നു. അത് മഹേഷിൻ്റെ ഭാര്യ അമ്പിളിയാണ്. പക്ഷെ ആ കുട്ടിക്ക് അത് അലസിപ്പോയതാണ്. അന്ന് അവിടെ ചോദിക്കാൻ ചെന്നപ്പോൾ അവൾ വല്ലാതെ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു. അത് അവളുടെ ഡിപ്രഷൻ കൊണ്ടായിരിക്കും. പോലീസ് ആ ഒരൊറ്റ പോയിന്റ് നോട്ട് ചെയ്തു. അബോർഷൻ നടന്നിട്ടും അവൾ ഹോസ്പിറ്റലൈസ്ഡ് അല്ലായിരുന്നു. മാത്രമല്ല ആ വിവരം വൈകിയാണ് മറ്റുള്ളവർ അറിഞ്ഞതും ഒക്കെ. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഇനി ഇതിനെപ്പറ്റി പറയാനുള്ളതും ചോദിക്കാനുള്ളതും അമ്പിളിയോടും മഹേഷിനോടുമാണ്. പോലീസ് നേരെ മഹേഷിൻ്റെ വീട്ടിലെത്തി. അമ്പിളിക്ക് അന്ന് അബോർഷൻ ആയതാണെന്ന് മഹേഷ് പറഞ്ഞു. പക്ഷേ എന്തൊക്കെയോ അമ്പിളിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും സംശയം തോന്നിയ പോലീസ് നിർബന്ധപൂർവം അമ്പിളിയെ ഒരു വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കുകയാണ്. അപ്പോഴാണ് സകലരും ഞെട്ടുന്നത്. അമ്പിളിയുടെ പ്രസവം നടന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. മഹേഷിനാണ് ശരിക്കും അത് ഞെട്ടലുണ്ടാക്കിയത്. ഇന്നലെയും കൂടി അവിടുത്തെ ചടങ്ങിലൊക്കെ ജോലിയും ചെയ്ത് ചാടി ഓടി നടന്നവളാണ്. ഒടുവിൽ അമ്പിളി ആ സത്യം തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇന്നലെ രാത്രിയാണ് പ്രസവിച്ചത്. പിന്നീട് അവൾ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. നടന്നത് ഇതാണ്. പഠിത്തം, ജോലി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന അമ്പിളിക്ക് രണ്ടാമത് പെട്ടെന്നൊരു കുഞ്ഞുണ്ടായത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളും മഹേഷും അതിനെ ഒഴിവാക്കാനായിട്ട് നോക്കിയെങ്കിലും ഫലവും കണ്ടില്ല. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞവിടം മുതൽ അമ്പിളി ഒരു മികച്ച നടിയായി മാറി. മഹേഷിനോടും വീട്ടുകാരോടും കുഞ്ഞ് തന്നെ നഷ്ടപ്പെട്ടു എന്ന് അവൾ വിശ്വസിപ്പിച്ചു. ഗർഭാവസ്ഥയുടെ തുടക്കത്തിലുള്ള ക്ഷീണങ്ങളും അബോർഷൻ്റെ ഭാഗമാണെന്നാണ് എല്ലാവരും കരുതിയത്. മാസങ്ങൾ ചെല്ലുന്തോറും താൻ ഗർഭിണിയാണെന്നറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങളും വയറ്റിൽ ബെൽറ്റൊക്കെ കെട്ടി അമ്പിളി എല്ലാം മറച്ചു പിടിച്ചു. സ്വന്തം ഭർത്താവിന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഭാര്യ ഗർഭിണിയാണെന്നും. അമ്പിളിക്ക് രാത്രി പ്രസവവേദന വരികയാണ്. അവൾ പ്രസവിച്ചു, കുളിമുറിയിൽ ആരും അറിയാതെ. പ്രസവിച്ച ശേഷം കുട്ടിയുടെ പൊക്കിൾക്കൊടി തനിയെ അറുത്തു മാറ്റി. അവിടെ മൊത്തം ചോരക്കളമായിരുന്നു. അതെല്ലാം കഴുകി കളഞ്ഞു. അപ്പോഴേക്കും അവൾ അവശയായി കഴിഞ്ഞു.
അതിനുശേഷം ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് ആ കുളിമുറിയിൽ തന്നെ കിടത്തി. എന്നിട്ട് കുഞ്ഞ് കരയാൻ തുടങ്ങിയതോടെ കയ്യിലുണ്ടായിരുന്ന തോർത്തിൻ്റെ ഒരു കഷ്ണം ആ കുഞ്ഞിൻ്റെ വായിലേക്ക് കയറ്റി വെച്ചു. അതിനുശേഷം ഒരമ്മയും ചെയ്യാത്ത ക്രൂരതയാണ് അമ്പിളി ചെയ്തത്. അവളുടെ 2 കൈയും ആ കുഞ്ഞിൻ്റെ നെഞ്ചിൽ അമർത്തിക്കൊണ്ടേയിരുന്നു ബലമായിട്ട്. അതോടെ അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കവേ കുഞ്ഞു മരിച്ചു. കുഞ്ഞു മരിച്ചു എന്ന് ഉറപ്പായ ശേഷം ഒരു മൺവട്ടി എടുത്തിട്ട് ഒരു കയ്യിൽ മൺവട്ടിയും ഒരു കയ്യിൽ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ നേരെ ആ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ഒരു നല്ല കുഴിയെടുക്കാനുള്ള ആരോഗ്യമൊന്നും അവൾക്കില്ല. അവളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു കുഴി അവൾ എടുത്തു. അതും അത്ര ആഴമില്ലാത്ത ഒരു കുഴി. അതിനെ അവൾക്കപ്പോൾ പറ്റുമായിരുന്നുള്ളൂ. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ശരീരം ആ ഒരു മണ്ണിലേക്കിട്ട് മൂടി. അതിനുശേഷം തിരിച്ച് കയറിപ്പോയി കുളിച്ച് വൃത്തിയായി ഭർത്താവിനൊപ്പം കിടന്നുറങ്ങി. ഇനി താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പട്ടികൾ ഇത് കടിച്ച് കുത്തിപ്പൊക്കി എടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നത്. പോലീസിനോട് അവൾ പറഞ്ഞത് എങ്ങനെയാണ്, എനിക്ക് പഠിക്കണം, അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്നാണ്. ഈ ക്രൂരമായ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.